بسم الله الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه ومن اهتدى بهداه أما بعد സൂറത്ത് ത്വാഹ 80, 81, 82 ഈ മൂന്ന് ആയത്തുകൾ പാരായണം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായ തജ്വീദ് നിയമങ്ങൾ സൂചിപ്പിക്കാം. യാ ബനീ ഇസ്രാഈല, ഇതിൽ ബനീ എന്നതിലെ യാഇൻ്റെ ദീർഘം മദ് മുൻഫസിൽ ജായിസാണ്. 4-5 ഹറക്കത്തിൻ്റെ അളവിൽ അതിന് ദീർഘം നൽകണം. മുൻഫസിൽ എന്നാൽ വേർപിരിഞ്ഞത് എന്നർത്ഥം. യാ ഒരു പദത്തിൻ്റെ അന്ത്യത്തിലും ഹംസ അടുത്ത പദത്തിൻ്റെ ആരംഭത്തിലും വന്നതാണ് ഇതിനുള്ള കാരണം. ഇസ്രാഈല, ഇതിലുള്ള ദീർഘമാകട്ടെ മദ് മുത്തസിൽ വാജിബാണ്. ചേർന്ന് വന്നത് എന്നാണല്ലോ മുത്തസിൽ എന്നതിൻ്റെ അർത്ഥം. ഒരേ പദത്തിലായി ദീർഘാക്ഷരമായ അലിഫും ശേഷം ഹംസയും ചേർന്ന് വന്നതാണ് ഇതിനുള്ള കാരണം. നിർബന്ധമായും 4-5 ഹറക്കത്തിൻ്റെ അളവിൽ ഇതിനെ ദീർഘിപ്പിക്കുക. അപ്പോൾ റായിനെ തഫ്ഹീം ചെയ്യേണ്ട ഹർഫാണ്. റായിനെ തടിപ്പിച്ച് സ്വരഭാരത്തോടെ ഉച്ചരിക്കുന്നു. ആ തഫ്ഹീം റായിൻ്റെ ദീർഘാക്ഷരമായ അലിഫിലും നിലനിർത്തണം. യാ ബനീ ഇസ്രാഈല, ഇസ് എന്ന സീനിൻ്റെ സുക്കൂനിൻ്റെ ഉച്ചാരണം അത് ഈസ് സ് എന്ന് ശബ്ദം ചലിപ്പിച്ച് ഖൽഖല വരുന്നത് സൂക്ഷിക്കുക. മറിച്ച് ഖൽഖല വരാതെ ഹംസ് എന്ന സിഫത്തുള്ള അക്ഷരമാണ് ഈ സീന്. ഹംസിൻ്റെ ഹർഫുകളിൽപ്പെട്ടതാണ്. അപ്പോൾ ഈസ് എന്ന രീതിയിൽ മാത്രമേ ഉച്ചരിക്കാവൂ. ഈസ് എന്നായി പോയത് പലപ്പോഴും ആളുകൾ തെറ്റിക്കാറുള്ള ഒരു സന്ദർഭമാണിത്. യാ ബനീ ഇസ്രാഈല ഖദ് അൻജയ്നാകും. ഖദ് ഈ പദത്തിലെ ഖാഫിനെ തഫ്ഹീം ചെയ്യണം, സ്വരഭാരത്തോടെ ഉച്ചരിക്കണം. ഇസ്തിഅലാഇൻ്റെ 7 അക്ഷരങ്ങളിൽപ്പെട്ടതാണ്. ഖദ് എന്ന് പറയുമ്പോൾ ദാലിൻ്റെ സുക്കൂൻ ഖൽഖല സുഗ്റ നൽകി ശബ്ദം ഹറക്കത്ത് പോലെ ചലിപ്പിക്കണം. അവിടെ വഖഫ് ചെയ്യാതെ ചേർത്തോതുകയാണ് എന്നതുകൊണ്ടാണ്. വഖഫ് ചെയ്യുമ്പോൾ മാത്രമാണ് ഖൽഖല കുബ്ര സംഭവിക്കുക. ഖദ് അൻജയ്നാകും, ഈ പദത്തിൽ അൻജയ്നാകും സക്കിനത്തായ നൂനിനെ ഇഖ്ഫ ഹഖീഖി നൽകി മറച്ചു മണിക്കുക. അവ്യക്തമാക്കി മണിച്ചുകൊണ്ട് ഉച്ചരിക്കേണ്ടതാണ്. മണിക്കലിൽ തർക്കീഖാണ് എന്നതും പ്രത്യേകം ശ്രദ്ധേയമാണ്. കാരണം ജീമിന് മുമ്പിലായിട്ടാണ് ഈ സാക്കിനത്തായ നൂൻ വന്നിരിക്കുന്നത്. ജീം ഇസ്തിഫാലിൻ്റെ ഹർഫുകളിൽപ്പെട്ടതാണ്. തർക്കീഖ് ചെയ്യേണ്ട അക്ഷരമാണ്. അതുകൊണ്ട് ഗുന്ന മുറഖഖ നൽകണം, അല്ലെങ്കിൽ ഇഖ്ഫ മുറഖഖ് എന്നും പറയാം. അൻജയ്നാകും എന്നാണ് പറയേണ്ടത്. മറിച്ച് എന്ന് തടിപ്പിച്ചോ സ്വരഭാരത്തോടെ തഫ്ഹീം ചെയ്തോ ഉച്ചരിക്കരുത്. അൻജയ്നാകും മിൻ അദുവികും, സാക്കിനത്തായ മീമും ശേഷം ഹറക്കത്തുള്ള മീമും ഇവ രണ്ടിനെയും ഇദ്ഗാം ചെയ്ത് ഒറ്റ ഷദ്ദുള്ള മീമാക്കി ഉച്ചരിക്കണം. ഇവിടെ മീമിന് ഉന്നത്ത് നൽകുകയും വേണം. ഇദ്ഗാം മിസ്ലൈൻ സഗീർ എന്നും ഇദ്ഗാം ഷഫവി എന്നുമൊക്കെ ഇതിന് പേര് നൽകാം. ഖദ് അൻജയ്നാകും മിൻ അദുവികും, മിൻ അദുവികും സാക്കിനത്തായ നൂനും ശേഷം ഐനും വരുന്നു. നൂനിനെ ഇൽഹാർ ഹൽക്കി നൽകി മണിക്കാതെ വെളിവാക്കണം. അദുവികും വവഅദ്നാകും സാക്കിനത്തായ മീം അതിനുശേഷം വാവ്. ഇവിടെ ഇൽഹാർ ഷഫവിയാണ്, എന്നാൽ സൂക്ഷ്മത ആവശ്യമുള്ള സന്ദർഭവുമാണ്. സൂക്ഷ്മതയോടെ ഇൽഹാർ ചെയ്യണം. മണിക്കാതെ വെളിവാക്കുന്നതോടൊപ്പം ശേഷം വാവ് വന്നത് ശ്രദ്ധിക്കുക. കാരണം ഷഫവിയായ അക്ഷരമാണ് വാവ് എന്നതുകൊണ്ട് തന്നെ മീം അവ്യക്തമായി ഉച്ചരിക്കപ്പെടാൻ സാധ്യതയുണ്ട്. മിൻ അദുവികും വവഅദ്നാകും ജാനിബത്തൂർ, വവഅദ്നാകും വാവിൻ്റെ ഉച്ചാരണം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. 2 ചുണ്ടുകളിൽ നിന്ന് തന്നെ വാവ് ഉച്ചരിക്കണം. ചുണ്ട് വൃത്താകൃതിയിലായിരിക്കും
വാവ് ഉച്ചരിക്കുമ്പോൾ ഉണ്ടാവുക. ഇത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. താഴെ ചുണ്ടും മേലെ പല്ലും ചേർത്ത് വാവ് ഉച്ചരിക്കരുത്. വവഅദ്നാകും ജാനിബത്തൂരിൽ ഐമൻ, സാക്കിൻ താമീമും ശേഷം ജീമും വന്നിട്ടുണ്ട്. ഇവിടെയും ഇൽഹാർ ഷഫവിയാണ്, മണിക്കാതെ വെളിവാക്കുക. അത്തൂർ എന്ന് പറയുമ്പോൾ ത്വാഇന് തഫ്ഖീം ചെയ്യേണ്ട സന്ദർഭമാണ്. തഫ്ഖീമിൻ്റെ ഹർഫാണ്, ഇസ്തിഅലാഇൻ്റെ 7 അക്ഷരങ്ങളിൽപ്പെട്ടതാണ്. കൂടാതെ ഇത്ബാഖ് അതിൻ്റെ സിഫത്താണ്, ഷിദ്ദത്ത് ഉള്ള അക്ഷരവുമാണ്. ജാനിബത്തൂരിൽ ഐമന, ഇവിടെ ലാമിനെ ഇൽഹാർ ചെയ്യണം എന്നതും ശ്രദ്ധിക്കുക. ഇൽഹാർ ഖമരി എന്നാണ് ഇതിന് പറയുക. അൽ ഐമന, അത് അൽ ഐമന, ജാനിബത്തൂരിൽ ഐമന എന്ന് തെറ്റായി പലരും പറഞ്ഞു പോവാറുണ്ട്, സൂക്ഷിക്കേണ്ടതാണ്. ജാനിബത്തൂരിൽ ഐമന വനസ്സൽന, ഇവിടെയും ലാമിനെ ഇൽഹാർ ചെയ്യേണ്ടതാണ്. ഇത് ഫിഅലിൽ വന്ന ലാമാണ്. വനസ്സൽന അഥവാ നസ്സൽന എന്ന് ഇദ്ഗാമാകി പോകുന്നതും സൂക്ഷിക്കണം. വനസ്സൽന അലൈക്കുമുൽ മന്ന വസ്സൽവ, അൽ മന്ന, ഇവിടെയും ലാം ഇൽഹാർ ഖമരിയാണ്. അത് പ്രത്യേകം സൂചിപ്പിക്കേണ്ട കാര്യമില്ല, എന്നാലും ഇൽഹാർ ഖമരി എന്നാണ് ഈ ലാമിൻ്റെ ഉച്ചാരണത്തിൻ്റെ അല്ലെങ്കിൽ ഇൽഹാറിന് പറയുക. കുലൂ മിൻ ത്വയ്യിബാതി മാ റസഖ്നാകും, മിൻ ത്വയ്യിബാതി, ഇവിടെ സാക്കിനത്തായ നൂനിനെ ഇഖ്ഫാ ചെയ്യുന്നതോടൊപ്പം ഇഖ്ഫായിൽ തഫ്ഖീം വരണം. കാരണം ശേഷം ത്വാ ആണ് ഉള്ളത്. ഇസ്തിഅലാഇൻ്റെ തഫ്ഖീം ചെയ്ത് ഉച്ചരിക്കുന്ന 7 അക്ഷരങ്ങളിൽപ്പെട്ടതാണ് ത്വാ. ത്വാഇൻ്റെ മുമ്പിൽ സാക്കിനത്തായ നൂൻ വന്നതിനാൽ ഇഖ്ഫ മുഫഖമാണ് ഇവിടെ നൽകുക. ഗുന്ന മുഫഖമ എന്നും പറയാം. മിൻ ത്വയ്യിബാതി എന്നാണ് ഉച്ചരിക്കേണ്ടത്, അല്ലാതെ എന്ന് പറയുകയില്ല. മിൻ ത്വയ്യിബാതി, മിൻ ത്വയ്യിബാതി മാ റസഖ്നാകും, മാ റസഖ്നാകും. റാഹിന് തഫ്ഖീം കൊടുക്കാൻ ശ്രദ്ധിക്കുക. സ്വരഭാരത്തോടെ റാഹിനെ ഉച്ചരിക്കുക. അതിന് ഫത്ഹാണ് ഉള്ളത് എന്നതുകൊണ്ട് ഖാഫിൻ്റെ സുക്കൂൻ ഖൽഖല സുഗ്റ നൽകി ശബ്ദം ചലിപ്പിക്കുക. ഖാഫിന് തഫ്ഖീം നൽകുകയും വേണം. ഇസ്തിഅലാഇൻ്റെ ഹർഫുകളിൽപ്പെട്ടതാണ്. മാ റസഖ്നാകും വലാ തത്ഗൗ, നേരത്തെ സൂചിപ്പിച്ച കാര്യം ഇവിടെയും ഓർക്കുക. സാക്കിനത്തായ മീമും ശേഷം വാവുമാണ്. ഇൽഹാർ ഷഫവി, സൂക്ഷ്മത വേണം. മാ റസഖ്നാകും വലാ തത്ഗൗ, തത്തു എന്ന് പറയുമ്പോൾ ത്വാഇന് തഫ്ഖീമുണ്ട്, ഇത്ബാഖിൻ്റെ അക്ഷരമാണ്. കൂടാതെ അതിന് ഖൽഖലയുണ്ട്. സാക്കിനത്തായ ത്വാഇന് ഖൽഖല സുഗ്റ നൽകി ശബ്ദം ഹറക്കത്ത് പോലെ ചലിപ്പിക്കുക. ശേഷം ഗൈന് വന്നു, അതിനെ തഫ്ഖീം ചെയ്യണം, പൂർണ്ണമായ തഫ്ഖീം കൊടുക്കുക. വലാ തത്ഗൗ ഫീഹി, വലാ തത്ഗൗ ഫീഹി ഫയഹില്ല അലൈക്കും ഗദബി. ഹ, ഐൻ, ഗൈൻ, ഈ അക്ഷരങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഹൽക്കിയായ തൊണ്ടയിൽ നിന്നും ഉച്ചരിക്കപ്പെടുന്ന അക്ഷരങ്ങൾ. അലൈക്കും ഗദബി, ഇവിടെ സാക്കിൻ തമീമും ശേഷം ഗൈനുമാണ് ഇൽഹാർ ഷഫവി. മീമിനെ മണിക്കാതെ വെളിവാക്കുക. ഗദബി, ഗദബി, ഗൈന് ശേഷം ദ്വാദ്. ഇതൊക്കെ തഫ്ഖീം ചെയ്യേണ്ട ഹർഫുകളാണ്. ഇസ്തിഅലാഇൻ്റെ 7 അക്ഷരങ്ങളിൽപ്പെട്ടതാണ്. ദ്വാദ് അതിൻ്റെ മഖ്റജിൽ നിന്ന് തന്നെ ഉച്ചരിക്കണം. നാവിൻ്റെ അരുവാണ്, സൈഡാണ്. അതിൻ്റെ മഖ്റജ് മേലെ അണപ്പല്ലുമായി ചേർത്തുകൊണ്ട്. ഫയഹില്ല അലൈക്കും ഗദബി വമൻ യഹ്ലിൽ അലൈഹി ഗദബി, വമൻ യഹ്ലിൽ, സാക്കിനത്തായ നൂനും ശേഷം യാവുമാണ്. ഇത് ഗംബി ഗുന്ന നാഖസ് നൽകി നൂനിനെ യായിൽ ലയിപ്പിച്ച് മണിക്കണം. വമൻ യഹ്ലിൽ അലൈഹി ഗദബി, ഗൈനും ദ്വാദും നേരത്തെ സൂചിപ്പിച്ചു. ഇതേ പദം മേലെ വന്നു കഴിഞ്ഞു. ഫഖദ് ഹവ, ഫഖദ് ഹവ, ഖാഫിന് മാത്രമാണ് ഇതിൽ തഫ്ഖീമുള്ളത് എന്നത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇസ്തിഅലാഇൻ്റെ ഹർഫ്, മറ്റെല്ലാം ഇസ്തിഫാലിൻ്റേതാണ്. ഖാഫ് മാത്രം ഇസ്തിഅലാഇൻ്റേത്. ഫഖദ് ഹവ, ഫഖദ് ഹവ, ദാലിന് ഖൽഖല സുഗ്റ നൽകി ശബ്ദം ഹറക്കത്ത് പോലെ ചലിപ്പിക്കുക. അതിൻ്റെ സുക്കൂൻ. ഫഖദ് ഹവ. വഇന്നി, നൂൻ മുഷദ്ദദയെ മണിക്കുക. ഷദ്ദുള്ള നൂനിനെ 2 ഹറക്കത്തിൻ്റെ അളവിൽ
ഗുന്നത്ത് നൽകുക. ലഗഫാറുൻ ലിമൻ താബ, ഗൈനിന് പൂർണ്ണമായ തഫ്ഖീം കൊടുക്കണം. ഇസ്തിഅലാഇൻ്റെ ഹർഫാണ്. റായിനും തഫ്ഖീമുണ്ട്. റായിൻ്റെ തൻവീൻ പൂർണ്ണമായും ശേഷമുള്ള ലാമിൽ ലയിപ്പിച്ച് മണിക്കാതെ ഉച്ചരിക്കുക. ഇദ്ഗാം ബിഗൈരി ഗുന്ന കാമിൽ. ലഗഫാറുൻ ലിമൻ താബ, സാക്കിനത്തായ നൂനും ശേഷം താവുമാണ്. ഇഖ്ഫ മുറഖഖ്, ഇഖ്ഫ ഹഖീഖി മുറഖഖാണ് അവിടെ. ശേഷം ഇസ്തിഫാലിൻ്റെ ഹർഫുകളിൽ പെട്ടതാണ് എന്നതുകൊണ്ട് നൂനിനെ മണിക്കുമ്പോൾ തർക്കീഖാണ് വേണ്ടത്. ആ മണിക്കലിൽ തർക്കീഖ് വേണം. ലിമൻ താബ വആമന വഅമില സാലിഹ. വആമന എന്ന് ഹംസ വ്യക്തമായി പോകരുത്. വആമന ഹംസ ക്ലിയറാക്കി മുറിച്ചു പറയുക. ശിദ്ദത്തോടെ ഉച്ചരിക്കേണ്ട അക്ഷരമാണ്. വആമന വഅമില സാലിഹ. സ്വാദിനും അതിൻ്റെ ദീർഘാക്ഷരമായ അലിഫിനും തഫ്ഖീം കൊടുക്കണം. ഇസ്തിഅലാഇൻ്റെ ഹർഫാണ് സ്വാദ്. സ്വരഭാരത്തോടെ സ്വാദിനെ ഉച്ചരിക്കുക. സാലിഹൻ സുമ്മ ഇഹ്തദ. അവിടെ തൻവീനിനെ ഇഖ്ഫ ഹഖീഖി നൽകി മറച്ചു മണിക്കുക. അവ്യക്തമാക്കി മണിച്ചുച്ചരിക്കണം. ശേഷം സ ആണ്. സാലിഹൻ സുമ്മ, മണിക്കലിൽ തർക്കീഖാണ് വേണ്ടത് എന്നത് ശ്രദ്ധിക്കുക. സുമ്മ മീം മുശദ്ദദയെ മണിക്കണം. സുമ്മ ഇഹ്തദ, ഹ വ്യക്തമായി അതിൻ്റെ മഖ്റജിൽ നിന്ന് തന്നെ വരണം. അത് ഹ പോലെ ആയിപ്പോകുന്നത് സൂക്ഷിക്കേണ്ടതാണ്. സുമ്മ ഇഹ്തദ, സുമ്മ ഇഹ്തദ. ബാറകല്ലാഹു ഫീക്കും. أعوذ بالله من الشيطان الرجيم. يا بني إسرائيل قد أنجيناكم من عدوكم وواعدناكم جانب الطور الأيمن ونزلنا عليكم المن والسلوى. كلوا من طيبات ما رزقناكم ولا تطغوا فيه فيحل عليكم غضبي ومن يحلل عليه غضبي فقد هوى وإني لغفار لمن تاب وآمن وعمل صالحا ثم اهتدى.